തിരുവനന്തപുരം മേയർ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. മേയർ ആര്യ രാജേന്ദ്രൻ, എം.എൽ.എ സച്ചിൻ ദേവ് തുടങ്ങി കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. യദുവിന്റെ പരാതി പോലീസിന് കൈമാറി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് എം.എൽ.എ, മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജിയാണ് ബസ് ഡ്രൈവറായിരുന്ന എച്ച്.എൽ. യദു കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഈ ആവശ്യപ്രകാരം കേസെടുക്കാൻ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. 3 ആരോപണങ്ങളാണ് യദു കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം.എൽ.എയും ഉൾപ്പെടെ 5 പേർ ചേർന്ന് ബസ് തടഞ്ഞ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ട്രിപ്പ് മുടക്കൽ, മേയറുടെ മോശമായ പെരുമാറ്റം, പോലീസിൽ 2 തവണ പരാതി നൽകിയിട്ടും പരാതി സ്വീകരിക്കാതെ ഇരിക്കൽ തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഹർജിയിലുള്ളത്. സമാനമായ സാഹചര്യങ്ങൾ കൂടി സൂചിപ്പിച്ച ഡ്രൈവർ മറ്റു ചില കാര്യങ്ങളും ആക്ഷേപമായി ഉയർത്തിയിരുന്നു. കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ യദുവിൻ്റെ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. കോടതിയുടെ മേൽനോട്ടത്തിൽ മേയർക്കും എം.എൽ.എ സച്ചിൻ ദേവിനുമെതിരെ അന്വേഷണം വേണമെന്ന് യദു ആവശ്യപ്പെട്ടിരുന്നു. കന്റോൺമെന്റ് പോലീസിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് പരാതിയിൽ കേസെടുത്തിരുന്നില്ല. എന്നാൽ സിറ്റി പോലീസിന് നൽകിയ പരാതി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അന്വേഷണത്തിനായി കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് കേസിൽ FIR രേഖപ്പെടുത്താൻ കോടതി ഉത്തരവ്. ജനം, തിരുവനന്തപുരം.